അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയിൽ ഓരോരുത്തർ ആൾക്കാർ പൊങ്ങി വരും. അപ്പൊ ഇപ്പൊ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് അശ്വന്താണ്. പക്ഷെ അതൊരിക്കലും ഒരു സൈഡ് അശ്വന്തിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പറ സൈഡ് ഭയങ്കരമായിട്ട് ശത്രുക്കളാണ് കൂടുതൽ. ഇപ്പം അശ്വന്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അശ്വന്തിന്റെ ഒരു അടുത്ത തലമുറയോ ഒക്കെ ഒരു സിനിമയിലേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കലാരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അശ്വന്ത് കോക്കിന്റെ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തടസ്സമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു പേടിയില്ല വരും തലമുറയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തിന്റെ ഒരു ക്ലോസ് സർക്കിളുള്ള ഒരാൾക്ക്. ഇല്ല, എന്റെ ആരും സിനിമയിലേക്ക് വരില്ല. അതെങ്ങനെ പറയാം? അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതാ എനിക്കറിയാൻ പറ്റും. അടുത്തൊരു തലമുറ വരുന്നത് ഒരു സിനിമയിലേക്ക് വരില്ല. തലമുറ വെച്ചാൽ 2-3 തലമുറ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. തൊട്ട് നെക്സ്റ്റ് ഒരു തലമുറ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചാൻസ് വെരി ലെസ് ബട്ട് സ്റ്റിൽ ഇല്ലെന്നല്ല. അല്ല, അത് ആ സമയത്ത് അവർ ഡീൽ ചെയ്തോട്ടെ. അതിപ്പോ എനിക്കതിന് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ശത്രുവലയം അവരുടെ കരിയറിനോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തോട് ചുറ്റപ്പെട്ട ഒരാൾക്ക് അശ്വന്തിന്റെ പേര് പറഞ്ഞ് സിനിമയിലേക്ക് എത്താൻ ഓഫ് കോഴ്സ് ഒരു പേര് മറച്ചു വെക്കുന്ന അങ്ങനെയുള്ള ഗിൽറ്റ് അങ്ങനെയുള്ള ആളുകളല്ല എന്നെ ഫോളോ ചെയ്ത് വരുന്നത്. അതെനിക്കറിയാത്. എനിക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് അവരെ അറിയാലോ. എനിക്കറിയാത്. അങ്ങനെ സിനിമയിലേക്കൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച അശ്വന്തിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ, കുറെ ജനറേഷൻ കണ്ടില്ല, എനിക്കറിയില്ല, ഇപ്പം പറയാൻ പറ്റില്ല. തൊട്ട് ഇമ്മീഡിയറ്റ് അശ്വന്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരില്ല, എനിക്കറിയാത്. ഇനി വന്നാൽ തന്നെ അവർക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കാനേ അവർ വരണ്ട. അത് നിർബന്ധമില്ലല്ലോ ഇതിൽ വരണമെന്ന്. എന്തെങ്കിലും റിവ്യൂ നിർത്തണം എന്ന് ആലോചിക്കുന്നുണ്ടോ? അതിപ്പോൾ അറിയില്ല. എനിക്കിത് മടുക്കും. ഇനഫ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പഴയ ജോലിക്ക് ഉണ്ടാവും. പഴയ ജോലിക്ക് ഞാൻ ചിലപ്പോഴേ പോകും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട് വിടും, രാജ്യം വിടും. എന്തായിരിക്കും അപ്പോൾ ഒരു എയിം ഉണ്ടാവുക? അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് എന്തായിരിക്കും? ഞാൻ ഏതെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കും. അങ്ങനെ ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്ത്. മറ്റെന്തെങ്കിലും തൊഴിൽ അല്ല, അത്യാവശ്യം പൈസ എപ്പോഴത്തേക്ക് ആക്കണം. കുറേ കാലം തൊഴിലെടുക്കാതെ വെറുതെ താമസിക്കണം. സിന്ദഗി നാം ഇല്ലെങ്കിൽ സിനിമയില് ഹൃതിക് റോഷൻ പറയാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 30 തൊട്ട് 40 വയസ്സ് വരെ പട്ടിയെ പോലെ പണിയെടുത്ത് 40-ആം വയസ്സ് റിട്ടയർഡ് ആവണം. അതെ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു എയിം. അല്ല, ഇങ്ങനെ ആളും ബഹളമൊന്നും അധികം ഇല്ലാത്ത, നമ്മളെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. അത് ഞാൻ വേറെ രാജ്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യത്ത് പോയി താമസിക്കാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ ആൾക്കാരെ പറഞ്ഞു, അവരുടെ ഹാർഡ് കോർ ഫാൻസിനെ പറഞ്ഞു, ഇപ്പം ജെനുവിൻ ഫാൻസിനെ പറഞ്ഞു. ഇതൊന്നുമല്ലാത്ത നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പല തട്ടിൽ നമുക്ക് അണികളെ നിരത്താം. ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന അണികളുണ്ട്, ഒരു ഇടത്തര അണികളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോകാൻ നിൽക്കുന്ന അണികളുണ്ട്, തല്ലാനും കൊല്ലാനും നിൽക്കുന്ന അണികളുണ്ട്, ഒരു ബോധം അണികളുണ്ടാവും. ഈ കൂട്ടത്തിലും കാണുമ്പോൾ ഇപ്പൊ ഒരു ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടയ്ക്ക് അവൻ നെഗറ്റീവ് അവനെ തല്ലണം എന്ന് പറയുന്ന ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരതിന്റെ ആ ഒരു സെൻസ് എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് ഇടിച്ചു കയറി വരുക? ഇല്ലില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നാമത് ഞാൻ അങ്ങനെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ. അല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പുറത്ത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വന്ത് ഏതോ ഒരു കടയിൽ മാസ്ക് ഇട്ടിട്ട് പോയി എന്തോ മേടിക്കാൻ പുറകിൽ നിന്ന് ഒരുത്തം പറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. അശ്വന്ത് പെട്ടെന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ട് ആണോ? അതിപ്പോ നോക്കിയത് വീഡിയോ കണ്ടിട്ടല്ലല്ലോ നോക്കിയത്. അശ്വന്ത് നോക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കടയിൽ പോയത് ഒരു സാധനം മേടിക്കുക, ഇന്നത്തേക്കുള്ള റിവ്യൂവിനുള്ള സാധനം മേടിക്കണം മച്ചാൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാപ്ഷൻ മറ്റേ ഫാൻസി ഷോപ്പില് അത് അവൻ എടുത്തപ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഇട്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്താ മെഡിക്കൽ ഷോപ്പല്ല, ഫാൻസി കടയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ വീഡിയോസ് ഫോട്ടോസ് ആൾക്കാർ എടുക്കാറുണ്ട്, ഒളിച്ചു നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്, ദൂരെ നിന്നൊക്കെ എടുക്കാറുണ്ട്, സൂം ചെയ്തിട്ടൊക്കെ. അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനോ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫേക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യല്ലോ. ഇത്രയും സ്ട്രെസ്സും പ്രഷറിലും നിൽക്കുന്ന ഒരാള് ദൈവവിശ്വാസിയാണോ? നെവർ എവർ. ഒന്നുമല്ല. എന്തിനാണ് വിശ്വാസം ശരിക്കും? എങ്ങനെ വിശ്വാസം? ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ സയൻസ്. ഞാനൊരു എത്തീസ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദൈവം എന്ന സംഭവം ഇല്ല. ഇല്ലാത്ത സാധനത്തിൽ പിന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. തീസ്റ്റും ഉണ്ട് എത്തീസ്റ്റും ഉണ്ട് അല്ലേ? തീസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? അല്ല, രണ്ടും ഉണ്ടല്ലോ. ഉണ്ട്. ഓരോ ആൾക്കാരോ ടൈപ്പ് അല്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും.
ഏത്തീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം, ദൈവം ഇല്ല എന്ന്. മറ്റേ നിങ്ങൾ പറയുന്ന ആന്റഗണിസ്റ്റ് അല്ല, മറ്റേ എന്താ ഞാൻ ചോദിക്കട്ടെ, വേറെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷെ വിശ്വസിക്കുന്നില്ല. ബാക്കി ഞാൻ മറന്നു. ഈ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് ശരിക്കും എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് അശ്വന്ത് പറയുന്നു, ഇപ്പം ഇവിടെ ഇപ്പൊ അല്ല ഞാൻ പറയുന്നു ഇവിടെ മോഹൻലാൽ ഉണ്ട്, ഞാൻ പറയുന്നത് ഞാൻ വിശ്വാസിയാണ്, ഇവിടെ മോഹൻലാൽ ഉണ്ട്, എന്നെ തീസ്റ്റ് എന്ന് വിളിക്കുന്നു. അശ്വന്ത് പറയാണ്, അശ്വന്തിന് അറിയാം അവിടെ മോഹൻലാൽ ഇല്ല. അപ്പൊ അശ്വന്ത് പറയാണ് ഇല്ല, ഇല്ലാത്തൊരു കാര്യം അശ്വന്തിന് കൃത്യമായിട്ട് അവിടെ ഇല്ലെന്നുള്ളത്. പിന്നെ അശ്വന്ത് എന്തിനാണ് സ്വയം ഞാൻ ഇല്ലാത്ത ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നതിന് അയാളെ പേരെന്തിനാ ചോദിച്ചോണ്ടാ ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് വന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വിശ്വാസിയാണ് ചോദിച്ചോണ്ട്. അല്ല, അപ്പോഴും ഒരു പേര് പറയേണ്ട ആവശ്യം എന്താ? അപ്പം ഇപ്പൊ ഏത്യസ്റ്റ് എന്ന് പറഞ്ഞൊരു പേരിന്റെ ആവശ്യമുണ്ട് ശരിക്കും? ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെ വിളിക്കാൻ ഒരു പേരുണ്ട്. അതൊരു വാക്കല്ലേ, അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന വാക്കല്ലേ. അതിപ്പോ അവരെന്തെങ്കിലും വിളിക്കണ്ടേ? വാക്കില്ലാതെ എങ്ങനെ വിളിക്കും? ഇടയ്ക്കൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലങ്ങനെ പോകാറില്ല, പോയാലും രാത്രിയിലാണ്, കാറിൽ പോയി തിരിച്ചു വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ അല്ല, പകല് പോകേണ്ട സാഹചര്യം വന്നാൽ പകല് പോകും. അത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്. അത് ഇപ്പോഴും കറങ്ങി വരുന്ന റീലാ അത്. അതെന്ന് വെച്ചാൽ നാട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വീടാക്രമിക്കാനൊക്കെ നോക്കി. എന്തിന്? ഞാൻ അങ്ങനെ കുഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, പിന്നെ ജാഥ നടത്താൻ നോക്കി. അപ്പോൾ അത് അവരങ്ങനെയാണ് അത് എടുത്തത്. കുഗ്രാമം എന്നുള്ളത് അപരിഷ്കൃതമായ ഗ്രാമം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാടിനെ തള്ളിപ്പറഞ്ഞെന്ന രീതിക്ക് എടുത്തത്. പിന്നെ എൻ്റെ ഒരു ടോൺ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഒരു പുച്ഛം. ഞാൻ നാട്ടിൽ ഞാൻ പോകാറില്ല, ആര് ഇതാക്കാറില്ല, ഞാൻ രാത്രി കാറിന് പോയി ഞാൻ തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞ ടോണിലേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ അടുത്ത്. ആ ദേഷ്യം ഇപ്പോഴും കാണുമായിരിക്കും. അവരുടെ നാട്ടിലെ ശത്രുക്കൾ അവസ്ഥ ആലോചിച്ച് നോക്ക്. സാധാരണ ഏതൊരു ഓൺലൈൻ ശത്രുക്കളുള്ള ആൾക്കാർ നാട്ടിലെങ്കിലും ശത്രു ഇല്ലാതെ നാട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് അതുമില്ല. നാട്ടിലും പുറത്തിറങ്ങാൻ പറ്റില്ല, ശത്രുക്കളാ. മിണ്ടില്ല ആൾക്കാർ കണ്ടാലും. ആൾക്കാരെന്നെ കാണുന്നില്ലല്ലോ, ഞാൻ വണ്ടിയില്ലേ പോന്നേ. കൂടെയും കൊട്ടിച്ച വണ്ടി പോയി ആൾക്കാരെങ്ങനെ കാണാനാ? അപ്പോ അതാണ് അത് അന്നേ ഫ്ലോയിൽ പറഞ്ഞു. അപ്പൊ കുഗ്രാമത്തിന് ആ അപരിഷ്കൃത ഗ്രാമം എന്നുള്ള മാത്രം നല്ല അർത്ഥം, റിമോട്ട് വില്ലേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അങ്ങനെ ഇവര് മറ്റേന്താ പറയുന്നത് ശബ്ദധാര വിലയൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. വാക്കുകളുടെ അർത്ഥം എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാ. ഓരോ വാക്കുകളിലൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അത് അന്ന് ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമില്ല. ഒരു നാട്ടുകാർ മൊത്തം ഒരാൾക്കെതിരെ തിരിയുക, എന്നിട്ട് നാട്ടിൽ ഇവനെ കാലുകുത്ത സമ്മതിക്കണോ പറയാ. അമ്മയും അച്ഛനൊക്കെ പേടിച്ചില്ലേ? ഇല്ല, അങ്ങനെ വീടാക്രമിക്കുന്ന പറഞ്ഞാൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടിൽ കാണുമല്ലോ. അത് അവരൊരു ആവേശമാണ്. ഞാനത് മെറ്റഫോറിക്കലി പറഞ്ഞു. ഓക്കെ, അത് ഇവർ കല്ലെടുത്തെറിഞ്ഞല്ല, അത്രയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിൾ. അത് തന്നെ. അത് അവരെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത്, മനസ്സിലായോ? ആൾക്കാർ ഈ കയോ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 വർഷമായി. പിന്നെ അന്നേരം ഈ ജോലിയുണ്ട്. ഇപ്പോൾ ജോലിയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ പകല് പോകുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, മനസ്സിലായില്ലേ? പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് ഇറങ്ങുന്നേ. അപ്പോൾ ആൾക്കാർ പിന്നെ പൊതുവേ ഞാൻ ഇൻട്രോവേർട്ട്. ഞാനിപ്പോൾ ആൾക്കാരോട് പണ്ടേ ഞാൻ ഇതില്ല, സംസാരമില്ല. ചെറുപ്പം മുതലേ സംസാരമില്ല, പഠിക്കുമ്പോഴേ ഇല്ല. പഠിക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ. +2 വരെ ഞാൻ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ആളായിരുന്നു. അതിന് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാനൊന്ന് കുറച്ചൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒരു ധൈര്യമൊക്കെ വന്നേ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഉണ്ട്. പഠിച്ച സ്ഥലത്ത് പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരോടും മിണ്ടൂല. എനിക്ക് ആരെങ്കിലും ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജെല്ലാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ സെറ്റായിട്ടുണ്ടാവും. അതാണ് നമ്മളെ രീതി.